റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം. റോമൻസ് ചാപ്റ്റർ 4 വേഴ്സ്. കഴിഞ്ഞ 2-3 ആഴ്ചകളിൽ ദൈവത്തിന്റെ വാഗ്ദത്തത്തെക്കുറിച്ച് നമ്മൾ കേട്ടു. ഇനി അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അവൻ പറഞ്ഞ വാഗ്ദത്തങ്ങൾ ചെയ്യുവാൻ, നിവർത്തിക്കുവാൻ അവൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. കേൾക്കുന്ന വാഗ്ദത്തം നിന്റെ ജീവിതത്തിൽ ക്രിയ ചെയ്യണമോ, നിനക്കൊരു ഉറപ്പ് ആവശ്യമാണ്. എന്തുകൊണ്ടാണ് വാഗ്ദത്തങ്ങൾ നിവർത്തിക്കാത്തത്? ഉറപ്പില്ലാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. ദൈവം പറയുന്ന വാഗ്ദത്തങ്ങൾ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒത്തിരി പേര് വാഗ്ദത്തം കേൾക്കുന്നുണ്ട്, പക്ഷെ യാതൊരു ഉറപ്പുമില്ല. ഇംഗ്ലീഷിൽ ക്യാൻ യു റീഡ് ദാറ്റ് വേഴ്സ് ഫോർ മീ? റോമൻസ് ചാപ്റ്റർ 4 വേഴ്സ് 21. വേഗം വീണ്ടും വായിച്ചോളൂ. I am fully convinced that God is able to do what he has promised. We have a God who is able to do what he has promised. അവൻ പറഞ്ഞ വാഗ്ദത്തങ്ങൾ ചെയ്യുവാൻ കഴിവുള്ള ഒരു ദൈവമാണ്. വെറുതെ ഒരു സാധനം പറയുകയില്ല. ഇന്ന് ദൈവത്തിന്റെ പല കഴിവുകളെ നമ്മൾ ശ്രദ്ധിക്കാൻ പോവുകയാണ്. അതിൽ ഒന്നാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, he is able to fulfill all the promises he made to your life. ഞാൻ ഇതിന്റെ വാശിക്കാണ്. 2016 അവസാനിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന വാശിയാണ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, അനേക പ്രവാചകന്മാർ നമ്മുടെ സഭയുടെ മധ്യത്തിൽ വന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ എന്തുകൊണ്ട് മുടങ്ങിക്കിടക്കുന്നു? അത് നടക്കുമെന്ന് ഉറച്ചിരിക്കുന്ന വിശ്വാസികൾ വേണം. ഹല്ലേലൂയ. കേൾക്കുന്ന വാഗ്ദത്തങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് നടക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. He is able and I am sure. I am convinced 100%, not 99%. പകുതി ചെയ്തേക്കുമെന്നല്ല, 100% ചെയ്യും. ഇന്ന് രാത്രി 100% ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? കുറച്ചാഴ്ചകളായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഇതുവരെ ഒരു വിഷയമൊന്നും മാറിയിട്ടില്ല. ഇനിയൊക്കെ എന്ത് ചെയ്യാനാ? ഞങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്നത് തന്നെ ഇപ്പൊ ശരിയാണോ എന്ന് ചിന്തിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ പുറത്ത് ദൈവം 100% പ്രവർത്തിക്കും. അത് നിന്റെ കുഞ്ഞിന്റെ വിഷയമായിരിക്കാം, ചിലപ്പോൾ നിന്റെ വീട്ടിലത്തെ വിഷയമായിരിക്കാം, നിന്റെ ഭർത്താവിന്റെ വിഷയമായിരിക്കാം, ജോലിയുടെ കാര്യമായിരിക്കാം. എനിക്കറിയേണ്ട കാര്യമില്ല. ഞാൻ സാധാരണ പ്രാർത്ഥിക്കുന്ന ആത്മീക വിഷയങ്ങളാണ്. വണ്ടിയും കൂടും കാറും വീടും ഒന്നും പ്രാർത്ഥിക്കാറില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ എന്നെ ആത്മീകമായി വളർത്തണമേ, എന്നോട് സംസാരിക്കണമേ, പുതിയ പദ്ധതികൾ എനിക്ക് വെളിപ്പെടുത്തി തരണമേ, പരിശുദ്ധാത്മാവിന്റെ ഇരട്ടി പങ്ക് കഴിഞ്ഞ വർഷം അനുഭവിച്ചതിന്റെ ഇരട്ടി പങ്ക് ഈ വർഷം എനിക്ക് തരുമാറാകണമേ. ഡബിൾ പോർഷൻ ഓഫ് വാട്ട് ഐ എക്സ്പീരിയൻസ് ലാസ്റ്റ് ഇയർ I want to experience this year. How many of you are ready to experience that? God is going to bless you. കഴിഞ്ഞ വർഷം നിങ്ങൾ അനുഭവിച്ച പരിശുദ്ധാത്മാവിന്റെ ഇരട്ടി പങ്ക് അത് ദൈവത്തോട് ചോദിച്ചു മേടിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. എബ്രായർക്ക് ലേഖനം 11-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 19. എബ്രായർക്ക് ലേഖനം 11-ന്റെ 19. എബ്രായർ 11 വളരെ ആത്മാർത്ഥമായി നിർത്തി പഠിക്കണം. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഇത് ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ വിശ്വാസികളുടെ പിതാവായ ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? അതിന് മുമ്പത്തെ വാക്യം വായിച്ചാൽ പിടി കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പിടിയും കിട്ടില്ല. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചോ? ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താ? യാഗം കഴിഞ്ഞതുപോലെ. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വാസത്താൽ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ യാഗം കഴിഞ്ഞിരുന്നു. പല ദൈവമക്കൾ ഇവിടം വരെ വന്നിട്ട് യാഗം കഴിഞ്ഞിട്ടില്ല. വിശ്വാസത്താൽ അബ്രഹാം ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. അങ്ങനാണ് വചനം എഴുതിയിരിക്കുന്നത്. അബ്രഹാം കത്തി വെച്ചില്ല, പക്ഷെ സ്വർഗം അത് കത്തി വെച്ചതായിട്ട് കണക്കിട്ടു. ഇന്ന് പല കാര്യങ്ങളും നമ്മൾ ദൈവത്തോട് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. സ്വർഗം ഇതുവരെ സിഗ്നേച്ചർ ഇട്ടിട്ടില്ല. ബിക്കോസ് നിന്റെ പ്രതിഷ്ഠിക്കുമ്പോഴും കർത്താവെ അങ്ങനെ ചോദിക്കരുതെന്നും പറഞ്ഞാ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എനിക്കറിയാം നീ അത്ര ക്രൂരനല്ല, അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ ഒന്നും ചോദിക്കില്ല, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഒന്നും ഇറങ്ങില്ല എന്നൊരു പ്രതീക്ഷ വെച്ചോണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം വിശ്വാസത്താൽ യാഗമർപ്പിച്ചു. എന്ത് ബ്യൂട്ടിഫുൾ വേഴ്സാണ്.
ആ മോറിയ മലയിൽ കയറുന്നതിന് മുമ്പ് തന്നെ the sacrifice was over in his heart. അബ്രഹാമിന്റെ ഹൃദയത്തിൽ ഇസഹാക്കിനെ അവൻ ദൈവത്തിന് വേണ്ടി ബലി കഴിച്ചു കഴിഞ്ഞു. ഇന്ന് രാത്രി സഹോദര സഹോദരി, നീ മുറുകെ പിടിച്ചിരിക്കുന്ന ചില ഇസഹാക്കിന്മാരെ നിന്റെ ഹൃദയത്തിൽ നിന്ന് വിട്ട് ദൈവത്തിന്റെ യാഗപീഠത്തിന്റെ പുറത്ത് വെച്ച് ദൈവത്തിനായി കൊടുക്കുവാൻ ഇന്ന് രാത്രി ദൈവം കൃപ തരുമാറാകട്ടെ. നീ ഇപ്പോഴും ഇസഹാക്കിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് അവൻ കിർക്കാൻ ജാതിയായിട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ശമൂവേലിന്റെ മക്കളെ കുറിച്ചും ഏലിയുടെ മക്കളെ കുറിച്ചും ഇപ്പൊ കേട്ടു. We heard about Samuel's and Eli's children. Why were they not fully with God? Because the prophet was unable to completely surrender them to God. ശമൂവേലിനെ മുലകുടി മാറിയപ്പോൾ അമ്മ ദേവാലയത്തിൽ കൊടുത്തു. ഇത് IAS കഴിഞ്ഞാലും കൊടുക്കൂല. നീ തന്നെ രക്ഷകനായി മക്കൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് വിട്ടുകൊടുക്ക് ദൈവത്തിനൊന്ന് ഇടപെടാൻ. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം വിശ്വാസത്താൽ ഇസഹാക്കിനെ യാഗം കഴിച്ചു. What a beautiful verse. Hebrews 11:19. നമുക്ക് വീണ്ടും വായിക്കാം. അബ്രഹാം വിശ്വാസത്താൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. അങ്ങനെയാണ് വചനം റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത വാക്യം, ഇസഹാക്കിൽ നിന്ന് അതിനു മുമ്പ് ഒരു വാക്തത്വം ഉണ്ടായിരുന്നു. ആ വാക്തത്വം കിടക്കുന്നിടത്തോളം കാലം അബ്രഹാമിന് അറിയാം ഇസഹാക്കിൽ തന്നെ സന്തതിയുണ്ടെന്ന്. ഞാനിവിടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള വാക്തത്വം പറഞ്ഞു. കേട്ടിട്ട് പോലും അനങ്ങാമ്പാറ പോലെ ഇരിക്കുന്ന ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. അത് എൻ്റെ വീട്ടിലെ കാര്യമല്ല, അങ്ങേപ്പുറത്തെ വീട്ടിലെ കാര്യം, നിങ്ങളുടെ വീട്ടിലെ കാര്യം പറഞ്ഞേ. കർത്താവ് നിന്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കാൻ പോവാണ്. ഇത്രയും നാളും പിശാച് തടഞ്ഞു വെച്ചിരിക്കുന്ന വാക്തത്വങ്ങൾ, ആത്മീക അനുഗ്രഹങ്ങൾ തരാൻ പോവാണ്. നീ മുമ്പോട്ടിറങ്ങിയാൽ മതി, നീ പുറകോട്ട് പോകരുത് ഒരു കാരണവശാലും. നീ പുറകോട്ട് കാല് വെച്ചാൽ ഫുൾ ഫാമിലി പുറകോട്ട് പോകും. പത്രോസ് മീൻ പിടിക്കാൻ വലയെടുത്തപ്പോൾ കൂടെ ശിഷ്യന്മാരിറങ്ങി. ഒരു കാരണവശാലും ഒരു ദൈവദാസനോ ദാസിയോ ഒരു ഇഞ്ച് പോലും ബാക്ക് ചെയ്യാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും ഫ്രണ്ടിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ലോകം എന്ത് പറഞ്ഞാലും സാഹചര്യം എന്ത് വന്നാലും നിന്റെ കാല് ഫ്രണ്ടിലോട്ട് തന്നെ ആയിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ കുഞ്ഞുങ്ങളുടെ മേലെ, നിന്റെ കുടുംബത്തിന്റെ മേലെ ദൈവം വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ഇന്ന് രാത്രി ദൈവം നടത്തുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് നന്ദി പറഞ്ഞാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പലരും ഇവിടെ ഇരുന്ന് പറയുന്നുണ്ട്, ഡോക്ടർ ഞങ്ങളോടാ പറയുന്നത്. നിങ്ങളോടല്ല, എനിക്ക് ആരോടും വ്യക്തിപരമായിട്ടില്ല. ദൈവം എനിക്ക് തന്നിരിക്കുന്ന ദൂത് തരിക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അബ്രഹാം ചെയ്തു. അടുത്ത വാക്യം, കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു. വീണ്ടും പറയുകയാണ്, യാഗം കഴിച്ചു, അർപ്പിച്ചു. അടുത്ത വാക്യം, സ്വർഗത്തിന് സംശയമില്ല അതിനെക്കുറിച്ച്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ എണ്ണുകയും ഇസാക്കിനെ തിരിച്ചു കൊണ്ടുപോയത് ഉയർത്തെഴുന്നേറ്റവനെ പോലെയാണ്. ഒന്ന് ദൈവത്തിന് സ്തോത്രം പറയാം. പഴയ ഇസഹാക്ക് മോറിയ മലയിൽ മരിച്ചു. പുതിയൊരു ഇസഹാക്കിനെയാണ് ഈ അബ്രഹാം കൊണ്ടുപോകുന്നത്. ഇതൊക്കെ പിടികിട്ടുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു മോറിയ മല കഴിഞ്ഞു കഴിയുമ്പോൾ നിനക്കൊരു പുതിയ ഇസഹാക്കിനെയാ ദൈവം തരുന്നത്. നിന്റെ ജീവിതത്തിൽ ഒരു സമർപ്പണം കഴിഞ്ഞു കഴിയുമ്പോൾ നിനക്കൊരു അനുഗ്രഹമാണ് ദൈവം തരുന്നത്. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോഴും നിന്റെ ഇസഹാക്ക് പഴയ തൊഴിയും ചവിട്ടും കൊണ്ട് നടക്കുന്നതിന്റെ കാര്യം എന്നാണെന്നറിയാമോ? നിന്റെ ജീവിതത്തിൽ ഒരു യാഗപീഠം ഉണ്ടായിട്ടില്ല, ഒരു മോറിയ മല ഉണ്ടായിട്ടില്ല. ഇസഹാക്കിനെ ആ യാഗപീഠത്തിന്റെ പുറത്ത് വെച്ചിട്ടില്ല. നീ തന്നെ രക്ഷകനായി, നീ തന്നെ ക്രിയാത്മ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കൈവിട്ടു കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. റിങ് വെച്ച് ചാടുന്നതാണോ വലം റിങ് എടുത്ത് കളഞ്ഞ് ചാടുന്നതാണോ സുഖം? പലരും ഇപ്പം വളയം വെച്ച് വളയം ചാടിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നാളായി ഈ വളയം വെച്ച് ചാടുന്നു. സർക്കസിൽ വളയം വെച്ച് ചാടുന്നതാണല്ലേ. കർത്താവ് പറയുന്നത്, നീ ഇത്രയും നാളും വെച്ചിരിക്കുന്ന വളയം വെച്ചുള്ള ചാട്ടം ഉണ്ടല്ലോ, ആ വളയം അങ്ങോട്ട് എടുത്തു കളഞ്ഞേച്ച് ആത്മാവിൽ വിശ്വസിച്ച് കണ്ണു അടച്ച് ചാടാൻ തുടങ്ങുക. ദൈവം നിന്റെ കുടുംബത്തിന്റെ ഉള്ളിൽ പ്രവർത്തിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആരോടൊക്കെയോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കുട്ടി ജനിച്ചപ്പോൾ അംബ്ലിക്കൽ കോഡ് മുറിച്ചു. അംബ്ലിക്കൽ കോഡിന് മലയാളത്തിൽ എന്താ പറയുന്നത്? പൊക്കിൾ കൊടി. ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് മുറിച്ചു. പക്ഷെ ഇപ്പോഴും നിന്റെ പൊക്കിൾ കൊടി മുറിഞ്ഞിട്ടില്ല.
ഇപ്പോഴും നീ ആ സന്താനത്തെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ആ പൊക്കിൽ കൊടി മുറിച്ചിട്ട് ദൈവത്തിന്റെ കയ്യിലേക്ക് വലിച്ചെറിയുവാൻ ദൈവം നിനക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ദൈവം നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. അവൻ വാഗ്ദത്തം ചെയ്ത ദൈവമാണ്, അവൻ വിശ്വസ്തനാണ്. അവ വാക്ക് പറഞ്ഞാൽ മാറുകയില്ല. നീ ഇത്രയും നാളും വളയം വെച്ച് ചാടി, വലിച്ചെറിഞ്ഞ് വിശ്വാസത്താൽ ചാടുവാൻ ദൈവം നിനക്ക് കൃപ തരുമാറാകട്ടെ. എല്ലാവരും സർക്കംസ്റ്റാൻസസ് ഒക്കെ ഒന്ന് നോക്കി, ഇങ്ങനെ ഇത്ര ചാടി അവിടം വരെ പോവും, എൻ്റെ കയ്യിൽ ബഡ്ജറ്റ് എത്ര ഉണ്ട്, അതനുസരിച്ച് ഞാൻ അങ്ങനെ ചാടാം ഇങ്ങനെ ചാടാം, ഇങ്ങനെയൊക്കെയാണ് ചാടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് കർത്താവിനെ നോക്കിയിട്ടൊന്ന് ചാടാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്റെ സാക്ഷ്യത്തെ, നിന്റെ പ്രവർത്തനത്തെ, നിന്റെ കുടുംബജീവിതത്തെ, നിന്റെ ശുശ്രൂഷകളെ, നിന്റെ ആരാധനയെ ദൈവം മാറ്റാൻ പോകുകയാണ്. നീ അങ്ങോട്ട് ദൈവത്തിനോട് പറയാതെ ദൈവത്തിങ്കൽ ഇങ്ങോട്ട് കേട്ട്, ഐഡിയ അങ്ങോട്ട് കൊടുക്കാതെ ഇങ്ങോട്ട് കേട്ട് പ്രവർത്തിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ പ്രമാണങ്ങൾ പണിതപ്പോൾ, ആലയം പണിതപ്പോൾ, സമാഗമന കൂടാരം പണിതപ്പോൾ ഒന്നും മനുഷ്യന്റെ ആലോചന പ്രകാരമല്ലായിരുന്നു, സ്വർഗത്തിൽ നിന്ന് ദൈവം കൊടുത്തതുപോലെ. ഇന്ന് എത്ര പേര് റെഡിയാണ്? ശുശ്രൂഷ, കുടുംബജീവിതം, മക്കള്, ജോലി, സ്വർഗത്തിൽ നിന്ന് ആലോചന കേട്ടിട്ട് അപ്പച്ച അടിയനിതാ അങ്ങയുടെ ഇഷ്ടപ്രകാരം ഞാൻ ഇനി തുടർന്ന് ജീവിക്കാം. ഇത്രയും നാൾ ഞാൻ എൻ്റെ ഹിതവും എൻ്റെ ഐഡിയാസും ഇന്ന് രാത്രി ഞാൻ അങ്ങയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു, അങ്ങ് തന്നെ നടത്തണം. എത്ര പേര് വിശ്വസിക്കുന്നു ദൈവം നടത്താൻ ശക്തനാണ്? അവൻ വാക്ക് പറഞ്ഞാൽ വിശ്വസ്തനാണ്. അവസാനം വരെ അവൻ നടത്തും. അവിടെ ഇവിടുന്ന് കടമെടുത്ത് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നീ തന്നെ മാനേജ് ചെയ്യാൻ വലിച്ചെറി പ്രമാണം. ദൈവത്തിന്റെ കയ്യിൽ പൂർണ്ണമായി വിട്ടുകൊടുക്കുക. ദൈവശക്തിക്ക് പൂർണ്ണമായി ആശ്രയിക്കുക. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. യഹോവ ആര് 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 എന്ന് രുചിച്ചറിയുവാൻ ദൈവം നിങ്ങൾക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ വിഷയം വേഗം മുമ്പോട്ട് കൊണ്ടുപോട്ടെ. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം. ദാനിയേൽ ചാപ്റ്റർ 3 വേഴ്സ് 17. വേഗം വായിക്കൂ. ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന് പറയുന്ന 3 ബാലന്മാർ, 3 പിള്ളേരെയാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. കുറച്ചങ്ങോട്ട് ജീവിതം അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് മനസ്സൊക്കെ അങ്ങ് കട്ടി പിടിച്ചേച്ച് തീ കാണുമ്പോഴത്തേക്ക് പൊടിയാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. സിംഹത്തെ കാണുമ്പോൾ തിരിച്ചോടാൻ തുടങ്ങും. കരടിയെ കാണുമ്പോൾ മരത്തെ കയറി ഇരിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന് പറയുന്ന 3 ബാലന്മാർ. ഇത് കഥ പോലെ നിങ്ങൾ കേൾക്കരുത്. ഫ്രണ്ടിൽ അവരെ കത്തിക്കാനുള്ള തീ കണ്ടപ്പോൾ രാജാവ് പറഞ്ഞ പ്രമാണത്തിനെതിരായി ദൈവത്തിന്റെ പ്രമാണത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവർക്കൊരു കാര്യം നിശ്ചയം അറിയാമായിരുന്നു. അവർ ഗോഡ് ഈസ് ഏബിൾ. അവർ ഗോഡ് ഈസ് ഏബിൾ. രാജാവേ, ഞങ്ങളുടെ ദൈവത്തിന് ചില കഴിവുണ്ട്. ഇവിടെ എത്ര പേർക്ക് അങ്ങനെ പറയാൻ സാധിക്കും? രാജാവേ, എൻ്റെ ദൈവത്തിന് കഴിവുണ്ട്. ഞാൻ സേവിക്കുന്നത് കഴിവുള്ള ദൈവത്തെയാണ്. I don't serve an impotent God. I serve an omnipotent God. I serve a God who is able to do beyond your imagination. നീ ചിന്തിക്കുന്നതിൽ അപ്പുറം ചെയ്യുവാൻ, നീ ആലോചിക്കുന്ന പദ്ധതിക്ക് അപ്പുറം നിന്നെ കറക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിന്റെ ബുദ്ധിയുടെ പ്രമാണം ഇന്ന് താഴ്ത്തി വെക്കുക. സ്വർഗത്തിലെ പ്രമാണത്തിന് നീ ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. രാജാവേ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്താ അറിയേണ്ടതെന്ന് അറിയാമോ? അവർ ഗോഡ് ഈസ് ഏബിൾ. ഞങ്ങൾ സേവിച്ചു നിൽക്കുന്ന ദൈവം ഈ തീയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. വാഗ്ദത്തങ്ങൾ നിവർത്തിക്കാൻ കഴിവുള്ളവന് രക്ഷിക്കാനും കഴിയും തീയിൽ നിന്ന്. അടുത്ത വാക്യം, തീയിൽ നിന്ന് മാത്രമല്ല, നിന്റെ കയ്യിൽ നിന്ന്, രാജാവിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ പേര് രക്ഷകൻ എന്നാണ്. ജീസസ് ഈസ് ദ സേവിയർ. വേറെ ഒരു മതത്തിനും വേറെ ഒരു പദ്ധതികൾക്കും ഇന്ന് ലോകത്തെ രക്ഷിപ്പാൻ സാധിക്കാതിരിക്കുമ്പോൾ ലോകത്തിലെ ഏക പദ്ധതി രക്ഷയ്ക്കായിട്ടുള്ളത് യേശു മാത്രമേ ഉള്ളൂ. നിത്യജീവൻ വാഗ്ദത്തം ചെയ്യുന്നത് യേശു മാത്രമേ ഉള്ളൂ.
ഈ മരണത്തിന് ശേഷം ഒരു വഴി പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ. ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നത്തിന് ഉത്തരമായി എൻ്റെ യേശു മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. യേശുവിൽ നീ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. രക്ഷിക്കപ്പെടാത്ത ഭാര്യമാരും ഭർത്താക്കന്മാരും ഉള്ളവർ ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന് നീ വിശ്വസിക്കുക, ദൈവം നിന്റെ ഭാര്യയും ഭർത്താവിനും ഇവിടെ കൊണ്ടുവരാൻ പോവാണ്. ഞാൻ വിശ്വസിക്കാൻ റെഡിയാ, എൻ്റെ കൂടെ വിശ്വസിക്കാൻ നീ ഒന്ന് റെഡിയായിക്കേ. അധികം വയ്യാതെ അവരൊക്കെ ആരാധനയ്ക്ക് വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടാത്ത മക്കൾ ആരാധനയ്ക്ക് വരാൻ പോവുകയാണ്. ദൈവം അവരെയും കൊണ്ടുവരാൻ പോവുകയാണ്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ശദ്രക്, മേശക്, അബേദ്നെഗോ പറഞ്ഞ പോലെ ഒരു സാക്ഷ്യം പറയുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. വേഗം വിഷയം മുമ്പോട്ട് കൊണ്ടുപോട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. ലൂക്ക് ചാപ്റ്റർ 3 വേഴ്സ് 8. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. അടുത്ത വാക്യം. അബ്രഹാം ഞങ്ങൾക്ക് ഉണ്ട് എന്നുള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന്, മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇസഹാക്കിനെ കൊണ്ടുപോയ അബ്രഹാമിന് അറിയാം ആ ചാരത്തിൽ നിന്ന് മടക്കി തരുമെന്ന്. ഇപ്പൊ ഈ സുവിശേഷം എഴുതുന്ന ലൂക്കോസിന് അറിയാം, ആ ഡോക്ടർക്കറിയാം അബ്രഹാമിന് കല്ലിൽ നിന്ന് സന്തതികളെ തരുമെന്ന്. നീ സ്തുതിച്ചില്ലെങ്കിൽ കല്ലുകൾ സാക്ഷ്യം പറയാൻ പോവുകയാണ്. നീ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചില്ലെങ്കിൽ നിന്റെ സീറ്റ് മാറ്റാൻ പോവുകയാണ്. ഞാൻ വീണ്ടും വാർണിംഗ് തരികയാണ്. നീ ഇരിക്കേണ്ട സീറ്റ് നീ ഉപയോഗിച്ചില്ലെങ്കിൽ നിന്റെ സീറ്റ് മാറും. യാതൊരു സംശയവും ഇല്ല. ദൈവത്തിന് മുഖപക്ഷമില്ല. അബ്രഹാമിന് കല്ലിൽ നിന്ന് സന്തതിയെ കൊടുക്കും. അബ്രഹാമിനെ വിളിച്ച ദൈവം മാറാത്ത ദൈവമാണ്. നമുക്ക് മാറ്റങ്ങൾ വരും, നമുക്ക് വ്യത്യാസങ്ങൾ വരും. ഞാനും നീയും മുമ്പോട്ട് പോയില്ലെങ്കിൽ, മുമ്പോട്ട് പോകുന്ന സ്ഥാനത്ത് തടസ്സം വന്നാൽ ദൈവം കല്ലിൽ നിന്ന് ആളിനെ കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ ശനിയാഴ്ച 40-48 പേഷ്യൻസിനെ തിരുവല്ലായി കാണാൻ ദൈവം ഭാഗ്യം തന്നു. 3 മണി ആയപ്പോഴാണ് 3-3:30 ആയപ്പോഴാണ് OPD കഴിയുന്നത്. അത് കഴിഞ്ഞ് ട്രസ്റ്റിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനകത്ത് 2-3 കാര്യം എനിക്ക് ഭയങ്കര അതിശയം തോന്നി. ഒരെണ്ണം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അത് ഞാൻ പറയട്ടെ. ഒരു 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ അമ്മേനെ അനുസരിക്കുന്നില്ല. അപ്പനും അമ്മയും തമ്മിൽ തല്ല്, വീട്ടിലാകെ പ്രശ്നം, അമ്മയ്ക്ക് ഭയങ്കര അസുഖം, മാറാരോഗം, മരണകാരണമായ രോഗം. ഇവന് ബിഹേവിയറൽ അബ്നോർമാലിറ്റി. ഇവൻ സ്കൂളിൽ പോകുന്നില്ല. 2-3 മാസമായിട്ട് ഇവൻ സ്കൂളിൽ പോയിട്ടില്ല. അപ്പോൾ ഇവനെ സ്കൂളിൽ വിടാനായിട്ട്, അവിടെ ചെന്ന് എഴുതാൻ പറ്റുന്നില്ലെന്നാണ് പ്രശ്നം. ഞാൻ ഇവനെ സ്കൂളിൽ വിടാനായിട്ട് മോനെ നീ സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു ഞാൻ പറയുന്ന ഒന്നും കേൾക്കില്ല. എന്നാൽ ഞാൻ അവനോട് പറഞ്ഞു ഇന്ന് തൊട്ട് നീ അമ്മ പറയുന്ന മുഴുവൻ കേൾക്കണം. 10 കൽപ്പനയിൽ അനുഗ്രഹമുള്ള ഒരു കൽപ്പന, അപ്പനെ അമ്മയെ അനുസരിച്ചാൽ നിനക്ക് ദീർഘായുസ് കിട്ടും. അതുകൊണ്ട് നിനക്ക് ദീർഘായുസ് കിട്ടണമെങ്കിൽ നീ അമ്മേനെ അനുസരിക്കണം. അമ്മയുടെ അസുഖം എന്താണെന്ന് എനിക്കറിയാം. ആ അസുഖത്തിൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. ആ അസുഖമുള്ളവർ അധികം നാൾ ജീവിച്ചിരിക്കില്ല. 2 കുഞ്ഞുങ്ങളാണ്, ഭർത്താവ് കൂടില്ല, ഒറ്റയ്ക്കാണ് സകലതും ഇവർ നോക്കുന്നത്. വലിയ സ്ട്രെയിനിൽ കൂടെ പോകുന്നൊരു സഹോദരിയാണ്. വിങ്ങിപ്പൊട്ടുന്ന ഹൃദയമായിട്ടാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്, എനിക്കറിയാം. ഞാൻ അന്നേരം കുഞ്ഞിനോട് പറഞ്ഞു, കുഞ്ഞെ നീ അമ്മേനെ അനുസരിക്കണം. എടുത്ത വായിൽ അവൻ ആ കസാറയിൽ നിന്ന് എഴുന്നേറ്റിട്ട് അമ്മയുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, അമ്മയുടെ പ്രായമായിരിക്കുന്ന അമ്മേനെ അമ്മ അനുസരിക്കണം. 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ വാചകമാണ്. ഞാൻ തരിച്ച് അവിടെ ഇരുന്ന് പോയി. ഉടനെ അമ്മ ആ കുട്ടിയെ നോക്കിയിട്ട് ചിരിച്ചിട്ട്, മോനെ അത് വേറെ വിഷയമാണ്, നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഡിസ്കസ് ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. നീ അനുസരണക്കേട് കാണിച്ചു കഴിഞ്ഞാൽ പിള്ളേർ അനുസരണക്കേട് തന്നെ പഠിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അനുസരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. അത് ഏത് വിഷയത്തിലാണെങ്കിലും അനുസരിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കണം. ഭാര്യ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൻ മക്കളെ പറഞ്ഞു കൊടുക്കണം. മക്കൾ അപ്പൻ പറയുന്നത് കേട്ട് അനുസരിക്കണം. മക്കളെ അപ്പൻ മുഷിപ്പിക്കരുത്. മുഷിപ്പിക്കുന്നു എന്ന് തോന്നിയാൽ ആ സമയത്ത് സൂക്ഷിക്കണം. ഇതൊക്കെ വചനത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ വചന പ്രമാണത്തിനനുസരിച്ച് വന്നു കഴിയുമ്പോൾ അനുഗ്രഹം ഓട്ടോമാറ്റിക്കാണ്. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്റെയും നിന്റെയും ദൈവമാണ്. നീ നേരെ ആകുന്നില്ലെങ്കിൽ ദൈവം പുതിയ ജീവിതങ്ങളെ കല്ലിൽ നിന്ന് പൊക്കാൻ പോവാണ്. നിന്റെ സ്ഥാനത്ത് നിന്ന് ശുശ്രൂഷിക്കുവാൻ, നിന്റെ സ്ഥാനത്ത് ജീവിതങ്ങളെ നേടുവാൻ, നിനക്ക് പകരം മുമ്പോട്ട് ഓടുവാൻ ദൈവം വേറെ ആൾക്കാരെ കാണും.
അതുകൊണ്ട് യഥാസ്ഥാനപ്പെട്ട് അബ്രഹാമിന് കല്ലുകളിൽ നിന്ന് മക്കളെ ഉണ്ടാക്കാൻ ദൈവത്തിന് അറിയാം. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം 1:37, 1-ാം അധ്യായം 37-ാം വാക്യം. ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലല്ലോ. ഇന്ന് രാത്രി അസാധ്യമെന്ന് ചോദിക്കുന്ന എല്ലാ കാര്യത്തിന്റെ മേലും ദൈവം പ്രവർത്തിക്കും. ഏത് സാഹചര്യമാണേലും ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒരു സംഗതിയില്ല. There is no word called impossible in the dictionary of God. If there is no word called impossible in the dictionary of God, that does not exist in the child of God. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിലും ആ വാക്കില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ ജീവിതത്തിൽ ആ വാക്കില്ല. ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ലാത്തത് കൊണ്ട് ഇന്ന് രാത്രി അസാധ്യമായ ചില കാര്യങ്ങളെ ദൈവം എന്റെയും നിന്റെയും കുടുംബത്തിൽ, ഈ ദേശത്തെ, ഈ സഭയിൽ, ഈ ചുറ്റുപാട് പ്രവർത്തിക്കാൻ പോകുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 2016 നീ എഴുതിത്തള്ളിയ വിഷയങ്ങൾ ദൈവം ഉത്തരം തരാൻ പോവുകയാണ്. നീ നേരെ ആകില്ല എന്ന് പറഞ്ഞ വിഷയം ലാസറിനെ പോലെ കുഴിച്ച് കല്ലിട്ട് സില്ലിട്ട് വിട്ടിരിക്കുക. ഇനിയും പൊങ്ങില്ല എന്നും പറഞ്ഞു. ആ കല്ലിനെ മാറ്റി ദൈവം പൊക്കാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. നാറ്റം വെച്ചു എന്ന് നീ ചിന്തിക്കുന്ന ചില വിഷയങ്ങളെ, ജീർണിച്ച് അവസാനിച്ചു എന്ന് ചിന്തിക്കുന്ന ചില വിഷയങ്ങളെ മടക്കിക്കൊണ്ടുവരുവാൻ പോകുന്ന ദൈവശക്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അതിന്റെ 45 വായിച്ചോളൂ. 45. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകും എന്ന് വിശ്വസിച്ചവൾ. അപ്പൊ ഭാഗ്യവതി എന്ന് വിളിക്കപ്പെടാൻ കാര്യം അരുളപ്പാട് കിട്ടിയത് കൊണ്ടല്ല. മറിയയ്ക്ക് അരുളപ്പാട് കിട്ടിയത് കൊണ്ട് മാത്രം ഭാഗ്യവതിയാകുന്നില്ല. മറിയ ഭാഗ്യവതി ആയത് എന്തുകൊണ്ടാണെന്ന് 45 വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ദൂതൻ അരുളി ചെയ്ത അരുളപ്പാട് നടക്കുമെന്ന് വിശ്വസിച്ചത് കൊണ്ട് അവളെ സ്വർഗം ഭാഗ്യവതി എന്നെണ്ണി. ഇന്ന് നീ ഭാഗ്യവതി ആകാത്തതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ദൈവം അരുളി ചെയ്യുന്ന വാഗ്ദത്തങ്ങൾ നിനക്കല്ല എന്ന് പറഞ്ഞ് നീ എഴുതിത്തള്ളിയിരിക്കുന്നത് എനിക്കാണ് എന്ന് പറഞ്ഞ് ഏറ്റെടുക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ. എന്താ മറിയ ഭാഗ്യവതിയായത്? അവളോട് ദൈവം അരുളി ചെയ്ത് നിവർത്തിക്കുമെന്ന് അവൾ വിശ്വസിച്ചു. അങ്ങനെ ആര് വിശ്വസിച്ചാലും ഹന്ന വിശ്വസിച്ചാൽ ഹന്നയ്ക്ക് ശമൂവേലിനെ കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഞാനും നീയും വിശ്വസിച്ചാൽ നമുക്ക് ആ അത്ഭുതം കാണാൻ പറ്റും. ദൈവം വാഗ്ദത്തം ചെയ്തത് എന്നിൽ നിവർത്തിക്കും എന്ന് വിശ്വസിക്കുവാൻ ഇന്ന് രാത്രി ഒരു പ്രത്യേക കൃപ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഹൃദയത്തിൽ തരട്ടെ. കല്ലുപോലുള്ള നിന്റെ ഹൃദയത്തെ മെഴുകുപോലെ ഒരുക്കി അതിൻ്റെ ഉള്ളിലേക്ക് ഒരു പുതിയ ദൈവസ്നേഹം ഒഴിച്ച്, അതിൻ്റെ ഉള്ളിലേക്ക് ഒരു പ്രത്യാശ അയച്ച്, അതിൻ്റെ ഉള്ളിൽ വിടുതലിന്റെ കരം വരുന്നുവെന്ന് മനസ്സിലാക്കുവാൻ, പൂർണ്ണമായി ദൈവത്തെ ആശ്രയിക്കുവാൻ ദൈവം ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ വിഷയം മുമ്പോട്ട് കൊണ്ടുപോകട്ടെ. 2 കൊരിന്ത്യർ 9:8. ദൈവം പറയുന്നത് അവൻ ചെയ്യും. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവർത്തികളിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാണ്. ഇന്ന് രാത്രി ദൈവം നിങ്ങളിൽ കൃപ പെരുക്കാൻ ശക്തനാണ്. സകല കൃപയും, ക്ഷമിക്കാനുള്ള കൃപ, വഹിക്കാനുള്ള കൃപ. പ്രൈസ് ദി ലോർഡ്. അനേക കൃപകൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ പെരുക്കാൻ പോവുകയാണ്. എന്തിനാണ് ഈ കൃപ പെരുക്കുന്നത്? അതിന്റെ തുടക്കത്തിൽ എഴുതിയ വാക്യത്തിൽ മനസ്സിലാവും. എന്തിനാണ് ഈ കൃപ പെരുക്കുന്നത്? നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തി വേണം. തൃപ്തി വേണം. Godliness with contentment is the greatest gain. യഹോവ ഭക്തിയോടുള്ള തൃപ്തി. തൃപ്തി ബിസ്ക്കറ്റിന്റെ കാര്യമല്ല പറയുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ കാര്യമാണ് പറയുന്നത്. യഹോവ ഭക്തിയോടുള്ള തൃപ്തി, ആയിരിക്കുന്ന അവസ്ഥയിൽ ഒരു സംതൃപ്തി. മറ്റുള്ളവർക്കുള്ളത് നോക്കി വെച്ച് ചിരിച്ചോണ്ടിരിക്കാനല്ല. ഒണിഡയുടെ അഡ്വർടൈസ്മെന്റ് അറിയാമല്ലോ. ഒണിഡ എന്ന് പറഞ്ഞാൽ പണ്ടൊരു TV ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോയെന്ന് തന്നെ എനിക്കറിയില്ല. അതിനൊരു അഡ്വർടൈസ്മെന്റ് ഉണ്ടായിരുന്നു. അതൊരു ചെകുത്താന്റെ ഫോട്ടോയും വെച്ചിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് ആണ്. നെയ്ബേഴ്സ് എൻവി, ഓണേഴ്സ് പ്രൈഡ്. അപ്പം അടുത്തുള്ളൊരു സഹോദരന്റെ വീട്ടിലിരിക്കുന്ന TV കണ്ട് ചൊറിച്ചിലുള്ളവന്റെ പേര് തന്നെ പിശാചാണെന്ന് ഒണിഡാക്കാർക്കറിയാം. നമുക്കറിയാമോ?
നമുക്കറിയില്ല. അതുകൊണ്ടാണ് അവന് കൊടുത്തിരിക്കുന്നത് എനിക്ക് തരണേ എനിക്ക് തരണേ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു തൃപ്തി ദൈവം തരുമാറാകട്ടെ. ഇന്ന് കർത്താവ് തന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി നന്ദി പറയാം. ഹല്ലേലൂയ. നമ്മുടെ വീടിനായി, നമുക്ക് തന്നിരിക്കുന്ന ജോലികൾക്കായി, നമുക്ക് തന്നിരിക്കുന്ന സഭയ്ക്കായി, ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷകനായി ഒക്കെ നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. അനേകർക്ക് കിട്ടാത്ത ഒത്തിരി ദൈവം നമുക്ക് നന്മ തന്നിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്നതിലൊരു തൃപ്തി. അടുത്ത വാക്യം വേഗം വായിച്ചോ. നമുക്ക് അല്ലല്ല വായിച്ചോണ്ടിരിക്കുന്നത്. എന്തിനാണ് കൃപ പെരുക്കുന്നത്? ഒന്ന്, നമുക്ക് ഉള്ളതിലൊക്കെ ഒന്ന് തൃപ്തിപ്പെടാൻ. രണ്ട്, സകല സൽപ്രവർത്തികളും തികഞ്ഞു വരുവാൻ. രണ്ട് കാര്യത്തിനാണ് കൃപ പെരുക്കുന്നത്. ഒന്ന്, നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ തൃപ്തിപ്പെടുവാനും. രണ്ട്, സകല സൽപ്രവൃത്തിയിലും തികഞ്ഞു വരുവാൻ. ദൈവം നമ്മെ കൃപയാൽ നിറയ്ക്കാൻ പോവുകയാണ്. നമ്മൾ ഈ കൃപാവരങ്ങൾ കൃപ എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പം എന്താണ് ഒരു കൃപയുള്ള ദൈവദാസൻ? അടുത്തിരിക്കുന്ന വിശ്വാസിയെ കണ്ടാൽ ചിരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൽപ്രവൃത്തിയിൽ തികഞ്ഞു വരുവാനും ആയിരിക്കുന്ന അവസ്ഥയിൽ തൃപ്തിയോടിരിക്കുവാനും ദൈവം നമ്മെ കൃപയാൽ നിറയ്ക്കാൻ പോവുകയാണ്. അത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. He is able to make all grace abound. കൃപ നിറഞ്ഞൊരു ദൈവദാസൻ. അവനിൽ നിന്ന് കൃപയല്ലാത്ത ഒരു വാക്കും വരികയില്ല. കൃപ നിറഞ്ഞൊരു ദൈവ പൈതൽ, അവളിൽ നിന്ന് കൃപയല്ലാത്ത ഒരു പരിപാടിയും വരികയില്ല. കൃപ മാത്രം നമ്മളിലൂടെ ഒഴുകുവാൻ ദൈവം ഭാഗ്യം തരുമാറാകട്ടെ.